Hello, welcome to Learnino. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ് എന്നുള്ള ഒരു മെയിൻ ടോപ്പിക്കിൽ രണ്ട് സബ് ടോപ്പിക്കാണുള്ളത്. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ബയോടെക്നോളജിയും അതേപോലെ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി ഇൻ ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് ടോട്ടൽ 2 മാർക്കാണുള്ളത്. അപ്പോൾ അതിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ബയോടെക്നോളജി എന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. First question, what are the two views does the definition of biotechnology encompass? നമ്മൾ പറഞ്ഞല്ലോ ഈ പറഞ്ഞ ബയോടെക്നോളജിയുടെ 2 വ്യൂസ് ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. അത് മെഡിക്കൽ ബയോടെക്നോളജി ആൻഡ് അഗ്രികൾച്ചർ ബയോടെക്നോളജി, ട്രഡീഷണൽ ബയോടെക്നോളജി ആൻഡ് മോഡേൺ മോളിക്കുലർ ബയോടെക്നോളജി, ബ്ലൂ ബയോടെക്നോളജി ആൻഡ് റെഡ് ബയോടെക്നോളജി, ഗ്രീൻ ബയോടെക്നോളജി ആൻഡ് അനിമൽ ബയോടെക്നോളജി. നമ്മൾ പറയുമ്പോൾ പറഞ്ഞതാണ് ട്രഡീഷണൽ അഥവാ ഓൾഡ് ബയോടെക്നോളജിയും മോഡേൺ മോളിക്കുലർ ബയോടെക്നോളജിയാണ് ഈ പറയുന്ന ബയോടെക്നോളജി 2 വ്യൂസ്. ദ യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി has given a definition of biotechnology that encompasses. അതായത് യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജിയാണ് ഇതിനൊരു ഡെഫിനിഷൻ കൊടുത്തത്. അതായത് ട്രഡീഷണൽ വ്യൂ അതുപോലെ തന്നെ മോഡേൺ മോളിക്കുലർ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ട്രഡീഷണൽ ബയോടെക്നോളജി എന്ന് പറയുന്നത് മെയിൻലി ഫെർമെന്റേഷൻ ടെക്നോളജി ഒക്കെയാണ്. അതായത് മൈക്രോ ഓർഗാനിസത്തിന്റെ സഹായത്തോടു കൂടിയുള്ള ഫെർമെന്റേഷൻ ടെക്നോളജി. ഇപ്പോൾ വൈൻ ഉണ്ടാവുന്നു, കേർഡ് ഉണ്ടാവുന്നു എന്നുള്ളതൊക്കെയാണ് ഈ പറയുന്ന ട്രഡീഷണൽ ബയോടെക്നോളജിയുടെ എക്സാമ്പിൾസ് ആയിട്ട് വരാം. മോഡേൺ ബയോടെക്നോളജി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ബയോളജി ആൻഡ് പ്രൊഡക്ഷൻ ടെക്നോളജി ബേസ്ഡ് ഓൺ ജനറ്റിക് എഞ്ചിനീയറിംഗ്. മോഡേൺ ബയോടെക്നോളജി എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൊഡക്ഷൻ ടെക്നോളജിയുടെയും ബയോളജിയുടെയും കോമ്പിനേഷനാണ്. അതും പ്രധാനമായിട്ടും ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് അവിടെ ഉള്ളത്. അതൊക്കെ തിയറിയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ബയോടെക്നോളജി. തന്നിരിക്കുന്നതിൽ ഏതാണ് ബയോടെക്നോളജിയുടെ പ്രോഡക്റ്റ്? ബാക്ടീരിയ, സ്കിൻ, വാക്സിൻ, പ്ലാന്റ്സ്. നമ്മൾ ബയോടെക്നോളജി ആണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ് നമ്മൾ പറഞ്ഞു. അത് എൻസൈംസ് ആവാം, അല്ലെങ്കിൽ വാക്സിൻസ് ആവാം, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ആവാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ഏതാ ആൻസർ? ഓപ്ഷൻ സി, വാക്സിൻ ആണ് ആൻസർ. വാക്സിൻ എന്ന് പറയുന്നത് ബയോടെക്നോളജിയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. ദ മെയിൻ്റനൻസ് ഓഫ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ എൻവയോൺമെന്റ് ഈസ് നെസസറി ഫോർ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ് അല്ലേ. സ്റ്റെറൈൽ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ, അതായത് നമ്മൾ ഉണ്ടാക്കുന്നത് മൈക്രോ ഓർഗാനിസം ആണെന്നുണ്ടെങ്കിൽ ആ മൈക്രോ ഓർഗാനിസം മാത്രമേ ആ പെർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെളിയിൽ പോയിട്ട് നമ്മൾ കുറച്ച് ബാക്ടീരിയനും വൈറസിനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ പാടുന്നുണ്ടോ? ഇല്ല, നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ എൻവയോൺമെന്റ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സ്റ്റെറൈൽ ആയിരിക്കണമെന്ന് പറയുന്നത്. ദിസ് എൻവയോൺമെന്റ് ഇനേബിൾസ് ദ ഗ്രോത്ത് ഓഫ് ഡിസൈഡ് ഓർഗാനിസം ഓൺലി. അപ്പം ഇങ്ങനൊരു എൻവയോൺമെന്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് മാത്രമേ അവിടെ കൾച്ചർ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസിങ് ദ ഓർഗാനിസം ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ബയോടെക്നോളജിക്കൽ പ്രോഡക്ട്സ് ലൈക്ക് ആന്റിബയോട്ടിക്സ്, വാക്സിൻസ്, എൻസൈംസ്. അതുകൊണ്ട് തന്നെ ലാർജ് ക്വാണ്ടിറ്റീസിൽ നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ്? ആന്റിബയോട്ടിക്സും വാക്സിൻസും എൻസൈംസ് ഒക്കെയാണ്. ഓക്കെ. Third question, the techniques of dash overcome the limitation of traditional hybridization process. താഴെ തന്നിരിക്കുന്ന ഏത് ടെക്നിക്കാണ് ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയേഴ്സിന്റെ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യുന്നത്? ഇമ്മ്യൂണോളജി, മോഡേൺ ഹൈബ്രിഡൈസേഷൻ, ജനറ്റിക് എഞ്ചിനീയറിംഗ്, സെൽ ബയോളജി. ഓപ്ഷൻ സി, ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയേഴ്സിന് അതിന്റെ ലിമിറ്റേഷൻസിനൊക്കെ ഓവർകം ചെയ്യുന്നത് കേട്ടോ. But traditional hybridization procedures leads to inclusion and multiplication of undesired genes along with the desired genes. ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ മെത്തേഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ജീൻസിന്റെ കൂടെ നമുക്ക് ആവശ്യമില്ലാത്ത ജീനുകളും കൂടെ വന്നു ചേരുന്നുള്ളതാണ്. ദ ടെക്നിക്സ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് സച്ച് ആസ് റീകോമിനന്റ് DNA. അതായത് ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ ടെക്നിക്കുകൾ, അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് റീകോമിനന്റ് DNA ആണ്, RDNA ആണല്ലോ. അപ്പൊ അതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസ് ഓഫ് ജീൻ ക്ലോണിങ്. അവിടെ ജീൻ ക്ലോണിങ് നടക്കാറുണ്ട്, ജീൻ ട്രാൻസ്ഫർ നടക്കാറുണ്ട്. ഈ 2 പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ അത് ട്രഡീഷണൽ ഹൈബ്രിഡൈസേഷൻ പ്രൊസീജിയേഴ്സിന്റെ ലിമിറ്റേഷൻസിന് എന്ത് ചെയ്യും? ഓവർകം ചെയ്യും. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഇനീഷ്യേറ്റ്സ് ദ റെപ്ലിക്കേഷൻ ഇൻ DNA? DNAയുടെ റെപ്ലിക്കേഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഏതാണ്? DNA ലീക്കേജ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ടെർമിനേഷൻ സീക്വൻസസ്, ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. അപ്പോൾ DNA റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആരാണ്? അത് ഓപ്ഷൻ ബി, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ് അല്ലെ. റെപ്ലിക്കേഷൻ ഒറിജിൻ ചെയ്യുന്നത് അവിടെയാണോ അല്ലെ. അപ്പോൾ ഇൻ എ ക്രോമസോം there is a specific DNA sequence called origin of replication which is responsible for initiating replication.
ക്രോമസോം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് കാണാൻ പറ്റും? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള DNA സീക്വൻസ് കാണാൻ പറ്റും. അതിന്റെ പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അവിടെ നിന്നാണ് ഈ പറയുന്ന റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ DNA ലിഗേസ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. നമ്മളിപ്പോൾ ഓപ്ഷനിലുള്ള DNA ലിഗേസ് ഒരു എൻസൈമാണ്. അതെന്ത് ചെയ്യും? ഈ DNA ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ടെർമിനേഷൻ സീക്വൻസസ് എന്ന് പറയുന്നത് അതൊരു സൈറ്റാണ്. അവിടെ DNA റെപ്ലിക്കേഷൻ എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യും. നമ്മൾ DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്നാണ്. അത് ടെർമിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ടെർമിനേഷൻ സീക്വൻസ് എന്നാണ്. പക്ഷെ ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് അറൌണ്ട് വിച്ച് DNA ഈസ് ഫൗണ്ട്. ഈ ഒരു ഹിസ്റ്റോൺസിന്റെ പുറത്താണ് ആര് കിടക്കുന്നത്? ഈ പറയുന്ന DNA ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നത്. ഓക്കെ, നമ്മൾ മോളിക്കുലർ ബയോളജി എടുക്കുന്ന സമയത്ത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് DNA സ്ട്രക്ചറും റെപ്ലിക്കേഷനും ഒക്കെ അവിടെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. 5th question, dash is an autonomously replicating circular extra chromosomal DNA. താഴെ തന്നിരിക്കുന്നതിൽ ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സർക്കുലർ എക്സ്ട്രാ ക്രോമസോമൽ DNA ഏതാണ്? ബാക്ടീരിയ, നൈട്രോജനസ് ബേസ്, RNA, പ്ലാസ്മിഡ് ആണ്. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ടിപ്പിക്കലി ഒരു സ്മോൾ സർക്കുലർ DNA സ്ട്രാൻഡ് ആണ്. പിന്നെ സൈറ്റോപ്ലാസം നമ്മൾ ബാക്ടീരിയ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോട്ടോസോവൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് നമുക്ക് എന്ത് കാണാം? ഈ പറഞ്ഞ DNA കാണാം. ഇത് പോരാതെ ഇവിടെ അതല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പുറത്തിങ്ങനെ കാണുന്ന ഒരു സ്ട്രക്ചറാണ്, സൈറ്റോപ്ലാസത്തിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത്. അത് ബാക്ടീരിയയിലും പ്രോട്ടോസോമിലൊക്കെ കാണാറുണ്ട്. അതൊരു ജനറ്റിക് സ്ട്രക്ചർ, സെല്ലിലുള്ള ഒരു ജനറ്റിക് സ്ട്രക്ചറാണ്. അത് ഇൻഡിപെൻഡൻ്റ്ലി റെപ്ലിക്കേറ്റ് ചെയ്യും. ഇൻഡിപെൻഡൻ്റ്ലി റെപ്ലിക്കേറ്റ് ക്രോമസോംസ്. ഇത് കോമൺലി നമ്മൾ റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പ്ലാസ്മിഡാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. 6th question, റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് എന്താ? ലിഗേസസ് ആണോ, സ്റ്റിക്കി എൻസ് ആണോ, മോളിക്കുലർ സിസേഴ്സ് ആണോ, വെക്ടേഴ്സ് ആണോ? റെസ്ട്രിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യണം? റെസ്ട്രിക്റ്റ് ചെയ്യണം. അവിടെ ഒരു കത്രികന്റെ ഷേപ്പാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത്. ഇങ്ങനെ ഒരു കത്രികയാണ് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് നിർത്താണ് നമ്മുടെ കത്രിക എന്ന് ആലോചിക്കുക. അപ്പൊ മോളിക്കുലർ സിസേഴ്സ് ആണ് റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറയുന്നത് മോളിക്കുലർ സിസേഴ്സ് ആണ്. ഇതിനെ തന്നെ മറ്റൊരു പേരാണ് റെസ്ട്രിക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ്. ഇതെന്ത് ചെയ്യും? which recognizes specific site and cleave the DNA at or near specific recognition site within the molecule. അതായത് നമ്മളിപ്പോൾ ഒരു DNA സീക്വൻസ് നമുക്കറിയാം, ക്രോമാറ്റിൻ റെറ്റിക്കുലത്തിന്റെ ഒരു പോർഷൻ ആണ് ഈ DNA എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ DNA നമുക്ക് വേണ്ട ആ ഒരു പെർട്ടിക്കുലർ ജീനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? ഈ പറയുന്ന മോളിക്കുലർ സിസേഴ്സ് ആണ്. ഓക്കെ, പ്ലാസ്മിഡ് DNA acts as dash to transfer the piece of DNA attached to it into the host organism. പ്ലാസ്മിഡ് DNA എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ട്? ടു ട്രാൻസ്ഫർ പീസ് ഓഫ് DNA അറ്റാച്ച്ഡ് ടു ഇറ്റ്. അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു പീസ് ഓഫ് DNA ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വട്ടത്തിലുള്ള സാധനമാണ്. ഇതിന് നമ്മൾ ഒരു പർട്ടിക്കുലർ ഭാഗം നമ്മൾ മുറിക്കും, ആ ഭാഗത്തേക്കായിരിക്കും നമ്മൾ പുതിയ DNA അല്ലെ, കട്ട് ചെയ്തിട്ടുള്ള DNA നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇതിനെ പറയുന്ന പേരാണ് റീകോംബിനന്റ് DNA. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്താ ചെയ്യുന്നത്? വേറൊരു ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ പ്ലാസ്മിഡ് ആക്ടേഴ്സ് എന്തായിട്ടാണ്? പ്ലാസ്മിഡ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? പ്രോട്ടീൻ ആയിട്ടാണോ, കരിയർ ആയിട്ടാണോ, വെക്റ്റർ ആയിട്ടാണോ, ആന്റിബോഡി ആയിട്ടാണോ? നമ്മൾ പറഞ്ഞു അത് എന്തായിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്? അത് വെക്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വെക്റ്റർ എന്ന് പറയുന്നത് ഒരു DNA മോളിക്യൂൾ ആണ്, which is used as a vehicle to artificially carry foreign genetic material into another cell. ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ഈ പറഞ്ഞ ജനറ്റിക് മെറ്റീരിയൽ ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു വാഹനം പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് ഈ പറയുന്ന വെക്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, ഡിസീസൊക്കെ എടുക്കുന്ന സമയത്ത് ഈച്ചയും കൊതുകൊക്കെ ഒരു വെക്റ്ററാണ് അല്ലെ. ഒരു രോഗാണുവിനെ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈച്ചയും കൊതുകൊക്കെയാണ്. അപ്പോൾ അവരൊരു വെക്റ്ററാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ പറയുന്ന പ്ലാസ്മിഡ് എന്ത് ചെയ്യണം? ഒരു വെക്റ്റർ പോലെയാണ് ആക്ട് ചെയ്യാം. പ്ലാസ്മിഡ് DNA എന്ന് പറയുന്നത് കോമൺലി യൂസ്ഡ് ആസ് എ വെക്റ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻസേർട്ട് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദ ഡിസൈഡ് ഓർഗാനിസം. അതായത് നമ്മുടെ ഇഷ്ടപ്പെട്ട ജീനിനെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്ലാസ്മിഡ് DNA എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യാൻ നമുക്ക് ഏത് ജീനാണോ വേണ്ടത് ആ ജീനെ കൊണ്ട് ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന പ്ലാസ്മിഡ് DNA എന്ന് പറയുന്നത്. 8th question, making multiple copies of the desired DNA template is called.
ഒരു DNA ഉണ്ട്, നമുക്ക് വേണ്ട DNA ഒരു കോപ്പി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ. എങ്ങാനും അതിന് വല്ല മോശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് തീരെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരുപാട് കോപ്പീസ് നമ്മൾ ബില്യൺ ടൈപ്പ് ഓഫ് നമ്മൾ ആംപ്ലിഫിക്കേഷനിൽ പറഞ്ഞല്ലോ ബില്യൺ ടൈപ്പ് ഓഫ് കോപ്പീസാണ് നമ്മൾക്ക് കിട്ടുന്നുണ്ടാവാം. ആ പ്രോസസ്സിന് പറയുന്ന പേരെന്താ? മേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ ഡിസൈഡ് DNA എന്ന് പറയുന്നതാണ് എന്ത്? ക്ലോണിങ് അല്ലേ. എന്താ തന്നെ പറയാം? ക്ലോണിങ് എന്നാ പറയാം. ദ ടേം ക്ലോണിങ് എന്ന് പറയുന്ന അതിന്റെ അർത്ഥം തന്നെ എന്താ? മേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് എന്നാ ഓഫ് ദ ഡിസൈഡ് DNA ടാബ്ലറ്റ് വിച്ച് ആർ ജനറ്റിക്കലി ഐഡന്റിക്കൽ. ഒരേപോലെ ഇരിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ ഡോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആട് അത് ഈ പറയുന്ന ക്ലോണിങ് വഴി ഉണ്ടായതാണ്. അപ്പം അതിന്റെ കുട്ടികളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ജീവികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫേസ് ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ ഉണ്ടാവും. അതാണ് ക്ലോണിങ്ങിന്റെ ഒരു പ്രത്യേകത. ജനറ്റിക്കലി അത് ഐഡന്റിക്കൽ ആയിരിക്കും. ഫിനോട്ടിപ്പിക്കലി നോക്കിയാലും കൂടുതലും അത് എന്താ പറയുക പാരന്റിനോട് ഭയങ്കരമായിട്ട് റിസംബിൾ ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സ് എന്താ ചെയ്യുക? നമുക്ക് നാച്ചുറൽ ആക്കാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആക്കാം. The clone then replicate itself inside the host body. അപ്പോൾ ഈ പറയുന്ന ക്ലോൺ എന്ത് ചെയ്യും? ഹോസ്റ്റിന്റെ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? മാക്സിമം റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്യുക. The organism's plasmid was used for the construction of first recombinant DNA. അപ്പോൾ ഏത് ഓർഗാനിസത്തിന്റെ പ്ലാസ്മിഡ് ആണ് ആദ്യത്തെ റീകോമിനന്റ് DNA ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? അത് സൈനോബാക്ടീരിയയുടെ ആണോ? ബാസിലസ് സബ്ടൈലിസിന്റെ ആണോ? സാക്രോമൈസസ് സെർവിസിയന്റെ ആണോ? സാൽമോണല്ല ടൈഫ്യൂമുറിയത്തിന്റെ ആണോ? ഏതാണ്? ബാസിലസ് സബ്ടൈലിസ് ആണ് അല്ലേ. ഫസ്റ്റ് റീകോമ്പിനന്റ് DNA എന്ന് പറയുന്നത് കൺസ്ട്രക്ട് ചെയ്തത് എങ്ങനെയാ? ബൈ ലിങ്കിങ് എ ജീൻ എൻകോഡിംഗ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വിത്ത് നേറ്റീവ് പ്ലാസ്മിഡ് ഓഫ് സാൽമോണല്ല ടൈഫ്യൂമുറിയം. അതായത് നേറ്റീവ് ആയിട്ടുള്ള സാൽമോണല്ല ടൈഫ്യൂമുറിയം എന്ന് പറയുന്ന ജീവിയുടെ പ്ലാസ്മിഡിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? ജീൻ എൻകോഡിംഗ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എൻകോഡ് ചെയ്തിട്ടുള്ള ജീനെ നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുകയാണ് അല്ലേ. അതിൽ വരുന്ന അതായത് സാൽമോണല്ല ടൈഫ്യൂമുറിയത്തിന്റെ പറയുന്ന പ്ലാസ്മിഡിൽ ആരിനെ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്? ഈ ജീൻ എൻകോഡിംഗ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉള്ള ഒരു ജീൻ എന്ത് ചെയ്തിരിക്കുകയാണ്? അത് അറ്റാച്ച് ചെയ്തിരിക്കുക. അപ്പോൾ അതിനർത്ഥം ഈ പറയുന്ന സാൽമോണല്ല ടൈഫ്യൂമുറിയത്തെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ വരുന്ന ആ സെല്ലുകൾക്ക് എന്തിന്റെ ഗുണം ഉണ്ടാവും? ആന്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഗുണമുണ്ട് അല്ലെ. ഈ എക്സ്പെരിമെന്റ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തത് സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും ചേർന്നിട്ട് 1972 10th question. From which organism was the first restriction enzyme isolated? നമ്മൾ പറഞ്ഞു ആദ്യത്തെ restriction enzyme എന്ന് പറയുന്നത് ഐസൊലേറ്റ് ചെയ്തത് ഏത് ജീവിയിൽ നിന്നാണ്? എസ്കെറിഷ്യ കൊലൈ അഥവാ ഈ കൊലൈ, സാൽമണല്ല ടൈഫ്യൂമുറിയം, ബാസിലസ് സെറിയസ്, സ്റ്റാഫിലോകോക്കസ് ഓറിയസ് എന്ന് പറഞ്ഞിട്ട് 4 ജീവികളെ തന്നിട്ടുണ്ട്. ഇതിൽ എസ്കെറിഷ്യ കൊലൈ അഥവാ ഈ കൊലയിലാണ് നമ്മൾ ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത് ഐസൊലേറ്റ് ചെയ്യുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറയുന്നത് മോളിക്കുലർ സിസേഴ്സ് ആണ്. അത് എന്ത് ചെയ്യാണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റെക്കഗ്നിഷൻ സൈറ്റിൽ നിന്ന് നമ്മൾ DNA അല്ലേ, DNA ഇത്രയും വലിയൊരു സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് വേണ്ട DNA നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഐസൊലേറ്റ് ചെയ്ത് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ പറയുന്ന കത്രിക ഉപയോഗിച്ചിട്ട്. ഓക്കെ, അതാണ് റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ധർമ്മം. ഇത് ഫസ്റ്റ് ഐസൊലേറ്റ് ചെയ്തത് എസ്കെറിഷ്യ കൊലൈ എന്നാണ്. 1963 ഇങ്ങനെ നമ്മൾ അതിനെ കട്ട് ചെയ്തത്. ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈമിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തത്. 11th question. റെസ്ട്രിക്ഷൻ എൻസൈംസിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ലിഗേസ്, പോളിമറേസ്, ടീലോമറേസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ്. നമ്മൾ പറഞ്ഞു റെസ്ട്രിക്ഷൻ എൻസൈംസിന്റെ മറ്റൊരു പേര് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് എന്നാണ്. റെസ്ട്രിക്ഷൻ എൻസൈമുകളിനെ നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് എന്നോ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റേഴ്സ് എന്നോ പറയാറുണ്ട്. ഇതെന്ന് പറയുന്നത് കെമിക്കൽ സിസേഴ്സ് അഥവാ കെമിക്കൽ നൈഫ്സ് ആണ്. നമ്മൾ റീകോമിനന്റ് DNA ടെക്നോളജിയിലോ അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിലൊക്കെ ഉപയോഗിക്കുന്ന സിസേഴ്സ് ആണ്. മോളിക്കുലർ സിസേഴ്സ് ആണ് ഈ പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് അഥവാ റെസ്ട്രിക്റ്റേഴ്സ് അഥവാ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. 12th question. Dash was the first restriction endonuclease was isolated and characterized. ഏതാണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നമ്മൾ എടുത്തത്? നമ്മൾ പറഞ്ഞില്ലേ ഈക്കോളൈ എന്നാണ് ആദ്യം എടുത്ത് പറഞ്ഞത്. അത് ഏതാണ്? അത് EcoR1, BAM-H1, HindII, SMA1. ഇതിൽ HindII ആണ് നമ്മൾ ആദ്യമായിട്ട് ഇത് ഈക്കോളൈന്ന് എടുത്തത് കേട്ടോ. HindII ആണ് ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നമ്മൾ ഐസൊലേറ്റ് ചെയ്തതും ക്യാരക്ടറൈസ് ചെയ്തതും. ഇതെന്ത് ചെയ്യും? ഇറ്റ് കട്ട്സ് DNA ബൈ റെക്കഗ്നൈസിങ്. ഈ സംഭവം DNA റെക്കഗ്നൈസ് ചെയ്ത് ആ ഒരു സ്പെസിഫിക് സീക്വൻസ് ഓഫ് 6 ബേസ് പെയേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്ത് കട്ട് ചെയ്യും. നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് പാലിൻഡ്രോം സീക്വൻസ് എന്നൊക്കെ പറഞ്ഞാൽ GAA
TCC എന്ന് പറയുന്ന ഒരു ജീന് നമ്മൾ DNA പറയുമ്പോൾ അങ്ങനെ 2 സ്ട്രാൻഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ ഒന്ന് 5' ഒന്ന് 3' ആയിരിക്കും. അതുപോലെ അടുത്ത സ്ട്രാൻഡ് 5' 3' ആയിരിക്കും. ഇത് പാലിൻഡ്രോം സീക്വൻസിലായിരിക്കും. അതായത് ഇതിൻ്റെ ഇതേ ഓർഡറിൽ തന്നെ തിരിച്ചും വരും. നമ്മൾ കത്രിക എന്ന് മലയാളത്തിൽ നമ്മൾ എഴുതിക്കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും ഒരേപോലെ അല്ലേ. അതിനെയാണ് പറയുന്നത് പാലിൻഡ്രോം സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ GAATTCC എന്ന് പറയുന്നത് ഇങ്ങോട്ട് വായിച്ചാൽ അതുപോലെ തന്നെ GAATCC എന്ന് നമുക്ക് ഇങ്ങനെയും വായിക്കാം. അപ്പോൾ ഇതിലിങ്ങനെ ഒരു പർട്ടിക്കുലർ അതിനെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന ഇതിനെ ആ ഒരു 6 ബേസ് പെയറിന് എന്ത് ചെയ്യണം, അതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇറ്റ് വാസ് ഐസൊലേറ്റഡ് ഫ്രം ദ ബാക്ടീരിയ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ. ഇത് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ എന്നുള്ളൊരു ബാക്ടീരിയയിൽ നിന്നാണ്. 13th question. The dash in DNA are base pair sequences that are the same when read forward or backward from the central axis of the symmetry. Central axis of the symmetry ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നമുക്ക് ഒരേപോലെ വായിക്കാൻ പറ്റുന്ന ആ സീക്വൻസിനെ പറയുന്ന പേരെന്താ? ന്യൂക്ലിയസസ് എന്നാണോ, പാലിൻഡ്രോം എന്നാണോ, ടെർമിനേഷൻ സീക്വൻസസ് എന്നാണോ, അമിനോ ആസിഡ്സ് എന്നാണോ? നമുക്ക് പറഞ്ഞല്ലേ ഉള്ളൂ, പാലിൻഡ്രോം ആണ് അല്ലേ. പാലിൻഡ്രോംസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ദാറ്റ് ഫോം ദ സെയിം വേർഡ്സ് വെൻ റീഡ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് അല്ലേ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വായിച്ചാലും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വായിച്ചാലും ഒരേപോലെ തോന്നുന്ന ടൈപ്പ് ഓഫ് സീക്വൻസിനെയാണ് പാലിൻഡ്രോം സീക്വൻസ് എന്ന് പറയുന്നത്. കാരണം 9 ഇങ്ങോട്ട് വായിച്ചാലും 9 ഇങ്ങോട്ട് വായിച്ചാലും കറക്റ്റാണ്. മലയാളം ഇങ്ങനെ വായിച്ചാലും മലയാളം ഇങ്ങനെ വായിച്ചാലും മലയാളം തന്നെയാണ് അല്ലേ. ഇതാണ് പാലിൻഡ്രോം സീക്വൻസ്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ആ ബേസ് പെയർസും കാണുന്നത്. 14th question. Fragments of DNA formed after treatment with endonucleases are separated by the technique of. അതായത് ഈ പറയുന്ന DNA ഇല്ലേ, നമ്മൾ DNA ഫ്രാഗ്മെന്റ് നമ്മൾ എടുക്കുന്ന സമയത്ത്, അതായത് നമുക്കറിയാം വലിയൊരു DNA നമ്മളൊരു ചെറിയ പോർഷനാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ആഫ്റ്റർ ട്രീറ്റ്മെന്റ് ഇതിനെ എൻഡോന്യൂക്ലിയസുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. അത് ഏത് ടെക്നിക്കാണെന്ന് ചോദിക്കണം. അത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണോ, ജീൻ ആംപ്ലിഫിക്കേഷൻ ആണോ, ബ്ലോട്ടിംഗ് ആണോ, ജെൽ ഇലക്ട്രോഫോറസിസ് ആണോ? ഓപ്ഷൻ ഡി ആണ്, ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. DNA എന്ന് പറയുന്നൊരു ചാർജ്ഡ് മോളിക്യൂളാണ്. ഇതിനെ നമ്മൾ ഫ്രാഗ്മെന്റ് ചെയ്ത് അതിനെ നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ദ ടെക്നിക്കൽ. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ചിട്ട്. ഈ ടെക്നിക്കിൽ എന്ത് ചെയ്യും, മോളിക്യൂൾസ് ആർ സെപ്പറേറ്റഡ് ബേസ്ഡ് ഓൺ ചാർജ് പ്രസന്റ് ഓൺ ദാറ്റ് മോളിക്യൂൾ. ആ ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിൽ പ്രസന്റ് ആയിട്ടുള്ള ചാർജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മോളിക്യൂൾസ് എല്ലാം തന്നെ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. 15th question. Plasmids and dash have the ability to replicate within bacterial cells. Plasmid പിന്നെ വേറെ എന്തിനോ ഒരു എബിലിറ്റി ഉണ്ട്. ഈ പറയുന്ന ബാക്ടീരിയ സെല്ലിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഓഫ് ദ കൺട്രോൾ ഓഫ് ക്രോമസോമൽ DNA. സാധാരണ ക്രോമസോമൽ DNA കൺട്രോളിൽ നടക്കുന്നത്. പക്ഷെ ഇവിടെ എന്തായിരിക്കും, ഈ പറയുന്ന ക്രോമസോമൽ DNA കൺട്രോളിലായിരിക്കില്ല ഈ പറയുന്ന റെപ്ലിക്കേഷൻ നടക്കുന്നത്. അത് ഏതിലേക്കാണ്? പ്ലാസ്മിഡ്സിൽ പിന്നെ ഏതിലാണ് അങ്ങനെ നടക്കുക എന്നാണ് ചോദിക്കുന്നത്. ബാക്ടീരിയോഫേജസ് ആണോ, ഫ്രാഗ്മെന്റ്സ് ആണോ, ബാക്ടീരിയ ആണോ, ക്ലോൺസ് ആണോ? ഓപ്ഷൻ എ ബാക്ടീരിയോഫേജസ് ആണ് അല്ലേ. പ്ലാസ്മിഡ്സും ബാക്ടീരിയോഫേജസ് എന്ത് ചെയ്യും, ഈ ബാക്ടീരിയ സെല്ലിനകത്ത് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യും. ഈ പറയുന്ന ഒരു ക്രോമസോമൽ DNAയുടെയും സഹായമില്ലാതെ തന്നെ അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദേ ആർ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആൻഡ് ഓട്ടോണമസ് ഇൻ നേച്ചർ. ദേ ഹാവ് ദെയർ ഓൺ റെപ്ലിക്കേഷൻ മെഷീനറി. അവർക്ക് സ്വന്തമായിട്ട് അവരുടേതായിട്ടുള്ള റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള മെഷീനറി ഉണ്ട്. ആരെയും കൺട്രോളിൽ അവർ നിൽക്കത്തില്ല. ആരൊക്കെ? പ്ലാസ്മിഡ്സും ബാക്ടീരിയോഫേജസും. The sequence of DNA from where replication starts is called. ഈ പറയുന്ന DNA സീക്വൻസിൽ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? പറഞ്ഞു അല്ലേ, അത് സെലക്ടബിൾ മാർക്കർ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, ടെർ സീക്വൻസ്, ജനറ്റിക് സീക്വൻസ്. ഓപ്ഷൻ ബി ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. സീക്വൻസ് ഓഫ് DNA from where the replication starts is called origin of replication. അല്ലെ, ഈ പറയുന്ന റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സീക്വൻസ് ഓഫ് DNA പറയുന്ന പേരാണ് എന്ത്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് ORI, ഒറി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇത് എന്തിന് റെസ്പോൺസിബിൾ ആണ്? ഫോർ കൺട്രോളിങ് ദ കോപ്പി നമ്പർ ഓഫ് ടാർജറ്റ് DNA. നമുക്കൊരു ടാർജറ്റ് DNA ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കോപ്പി നമ്പറിനെ കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കാറുണ്ട്. ബാക്ടീരിയ യൂഷ്വലി ഹാവ് ഓൺലി വൺ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. സാധാരണ ബാക്ടീരിയയിൽ ആകെ ഒരൊറ്റ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉള്ളൂ. ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അവിടെ എല്ലാവരുടെയും ഇതുപോലെ കിടന്നിട്ട് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അല്ലേ. നോർമലി only one origin of replication ആണ് ഉണ്ടാവുക, ഒരു ഒറിയാണ് ഉണ്ടാവുക. 17th question.
വൈറസസ് വിച്ച് ഇൻഫെക്ട് ബാക്ടീരിയ. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ഏതാ? ബാക്ടീരിയ, ആർക്കി, പിയുസി, ബാക്ടീരിയോഫേജസ്. സംശയമില്ല, വൈറസ് ഒരു ബാക്ടീരിയനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത്. ബാക്ടീരിയോഫേജസ് എന്ന് പറയുന്നത് സിംപ്ലി ഫേജസ് ആർ ദ വൈറസസ് ദാറ്റ് ഇൻഫെക്ട് ബാക്ടീരിയ. ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളാണ് ഇവര് സെൽഫ് റിപ്ലിക്കേറ്റിംഗ് നേച്ചറാണ്, സ്വന്തമായി റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആർക്കിയ എന്ന് പറയുന്നത് ഒരു ഡൊമൈൻ ഓഫ് ബാക്ടീരിയ ആണ്. POC എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്. ഇത് ഓരോന്ന് എന്താന്ന് പറഞ്ഞാണ് കേട്ടോ. 18th question. What helps in identifying the successful transformants? ഏതാണ് സക്സസ്ഫുൾ ട്രാൻസ്ഫോർമൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒറി, വൈറസസ്, സെലക്ടബിൾ മാർക്കേഴ്സ്, എൻസൈംസ്. സെലക്ടബിൾ മാർക്കേഴ്സ് ആണ് സക്സസ്ഫുൾ ട്രാൻസ്ഫോർമൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. സെലക്ടബിൾ മാർക്കർ എന്ന് പറയുന്നത് ഒരു ജീനാണ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈങ് സക്സസ്ഫുൾ ട്രാൻസ്ഫോർമൻസ്. ഇപ്പൊ ഈ പറയുന്ന സെലക്ടബിൾ മാർക്കർ ജീൻ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യാണ് ചെയ്യുക അല്ലെ. അത് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഐഡന്റിഫൈങ് സക്സസ്ഫുൾ ട്രാൻസ്ഫോർമൻസ്. ഏതൊക്കെയാണ് നല്ല രീതിയിൽ സക്സസ് ആയിരിക്കുന്ന ട്രാൻസ്ഫോർമൻസ്? അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞില്ലേ, ഈ പറയുന്ന DNA ഹോസ്റ്റിലേക്ക് എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. നമ്മൾ RDNA റീകോമിനന്റ് DNA എന്താ പറയാ, ഈ പറയുന്ന ഹോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ ഏതിലൊക്കെയാണ് ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ നടന്നു എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അത് എല്ലാത്തിലും നടന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിനു വേണ്ടി നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ പറയുന്ന സെലക്ടബിൾ മാർക്കറിന്റെ സഹായം. They eliminate the growth of non-transformants. ഇവര് ഈ പറയുന്ന ട്രാൻസ്ഫോം ചെയ്യാത്ത നോൺ ട്രാൻസ്ഫോർമൻസ് ഉണ്ടാവുമല്ലോ, അതിന്റെ ഗ്രോത്തിനെ ഇവര് എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്യും. ആൻഡ് ഫേവർ ദ ഗ്രോത്ത് ഓഫ് ഡിസൈഡ് ഓർഗാനിസം. നമുക്ക് വേണ്ട ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഫീച്ചേഴ്സ് വിച്ച് ഫെസിലിറ്റേറ്റ് ക്ലോണിങ് ഇൻ എ വെക്ടർ. അതൊരു വെക്ടറിന്റെ ക്ലോണിങ് വെക്ടറിന്റെ ഒരു ഫീച്ചറും കൂടെയാണ് ഈ പറഞ്ഞ കാര്യം. അപ്പോൾ 19 സെലക്ടബിൾ മാർക്കേഴ്സ് ആർ ദ ജീൻസ് വിച്ച് കോഡ് ഫോർ റെസിസ്റ്റൻസ് ടു. സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ജീൻസ് ആണ്. അത് എന്തിനെ കോഡ് ചെയ്യും? റെസിസ്റ്റൻസ് ടു എന്താണ്? ഡിസീസ്, ഫേജസ്, ആന്റിബയോട്ടിക്സ്, ഫോറിൻ എൻറ്റൈറ്റി. ഓപ്ഷൻ സി ആന്റിബയോട്ടിക്സ് ആണ് ഇതിന്റെ ആൻസർ. Genes coding for resistance to antibiotics are usually used as selectable markers. Gene coding for resistance to antibiotics ആണ് normally selectable markers ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക. They are introduced in an organism, especially bacteria along with plasmid. ഇതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ബാക്ടീരിയ ഇൻട്രൊഡ്യൂസ് ചെയ്യും പ്ലാസ്മിഡിന്റെ കൂടെ. അപ്പോൾ they help in the identification of transformants. ഇവര് ട്രാൻസ്ഫോർമൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സഹായിക്കും. Next question. The process by which a foreign DNA is introduced into the bacteria is called. The process by which ഒരു foreign DNA നമ്മൾ ബാക്ടീരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ആംപ്ലിഫിക്കേഷൻ, ട്രാൻസ്ഫോർമേഷൻ, ഇൻഫെക്ഷൻ, ഡൈജഷൻ. ഓപ്ഷൻ ബി, അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക, ട്രാൻസ്ഫോർമേഷൻ ചെയ്യാന്നാണ് പറയുക. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോറിൻ DNA എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അതായത് വേറൊരു ഓർഗാനിസത്തിൽ നിന്ന് ഒരു DNA നമ്മൾ പിക്ക് ചെയ്യും, picked up by the bacteria from the surrounding environment. അതായത് ബാക്ടീരിയക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു മീഡിയത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറമെ വല്ല DNA ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ട്? ഈ പറയുന്ന ബാക്ടീരിയക്ക് ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ്സാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ലീഡ്സ് ടു എ ചേഞ്ച് ഇൻ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബാക്ടീരിയ. ഈ പറയുന്ന വേറൊരു ജീൻ ഇതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ആ പറയുന്ന ബാക്ടീരിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് സ്വാഭാവികമായിട്ട് മാറും. ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ഗ്രിഫിത്താണ് 1928. 21th question. Which organism can transfer tDNA within plants? പ്ലാന്റ്സിനകത്ത് tDNA ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് ഏത് ഓർഗാനിസത്തിനാണ്? Agrobacterium tumefaciens, E. coli, Aspergillus niger, S. typhi. ഓപ്ഷൻ എ ആണ് കേട്ടോ. Agrobacterium tumefaciens ആണ്. അപ്പോൾ Agrobacterium tumefaciens എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആണ്. ഇതെന്ത് ചെയ്യും? tDNA പ്ലാന്റ്സിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് പൊതുവെ എഫക്ട് ചെയ്യുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്. ഈ പറയുന്ന tDNA റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോംഡ് സെല്ലുകളുടെ ഫോർമേഷൻ സഹായിക്കും. അതിന് എന്ത് ചെയ്യും? ട്യൂമേഴ്സ് ഉണ്ടാക്കും നോർമൽ പ്ലാന്റ് സെല്ലിൽ നിന്ന്. ഓക്കെ, അപ്പോൾ സാധാരണ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു ട്യൂമേഴ്സ് വരാനൊരു കാരണമാവാറ് ഈ പറയുന്ന tDNA എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ tDNA വെട്ടി ഇല്ലാണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടും അല്ലേ. 22. Which plasmid of Agrobacterium tumefaciens lead to tumor formation dicots? ഡൈക്കോട്ടിൽ ഈ പറയുന്ന ട്യൂമർ ഫോർമേഷൻ കാരണമാകുന്ന അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിന്റെ പ്ലാസ്മിഡ് ഏതാണെന്നാണ് ചോദിക്കണം. F പ്ലാസ്മിഡ്, TI, PUC, PBR ഏതാണ്?
ഓപ്ഷൻ ബി ടി ഐ ആണ്. ടി ഐ പ്ലാസ്മിഡ് ആണ് അഗ്രോബാക്ടീരിയൻ ട്യൂമേഷ്യൻസിൽ ട്യൂമേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ടി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂമർ ഇൻഡ്യൂസിംഗ് എന്നാണ്. അപ്പോൾ ഇറ്റ് മേ കണ്ടെയ്ൻ മോർ ദാൻ 1 tDNA റീജിയൻ. അപ്പോൾ ഇതിൽ എന്തുണ്ടാവും, ഒന്നിലധികം എന്തുണ്ടാവും tDNA റീജിയൻ കാണും. അപ്പോൾ ഈ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞ് മോഡിഫൈ ചെയ്യും ആൻഡ് അതൊരു ക്ലോണിംഗ് വെക്ടർ ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. 23rd, വാട്ട് ഡസ് PCR സ്റ്റാൻഡ്സ് ഫോർ? എന്താണ് PCR? പോളിമറൈസ് ചെയിൻ റേഡിയോ ആക്ടിവിറ്റി, പോളിമറൈസ് കൈറ്റിൻ റിയാക്ഷൻ, ഫിനോൾ കാർബോഹൈഡ്രേറ്റ് റിയാക്ഷൻ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് PCR. ഇതെന്ന് പറയുന്നത് DNA ആംപ്ലിഫിക്കേഷനിലുള്ള ഒരു ടെക്നിക്കാണ്. ഇത് ഡെവലപ്പ് ചെയ്തത് കാരി മുള്ളിസ് ആണ്. ആൻഡ് ഈസ് എ യൂസ്ഫുൾ ടെക്നിക് ഇൻ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. ജെനറ്റിക് എഞ്ചിനീയറിംഗിലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കും കൂടിയാണ് ഈ പറയുന്ന PCR. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എൻസൈം ഹെൽപ്സ് ഇൻ ജോയിനിങ് ഓഫ് DNA? DNA ജോയിൻ ചെയ്യിക്കുക, നമ്മൾ മുറിച്ചല്ലോ, അതുകൊണ്ട് ജോയിൻ ചെയ്യണമല്ലോ, അതിനുവേണ്ടി സഹായിക്കുന്നത് ലയേസ്, ലിഗേസ്, ഹെലിക്കേസ്, ലിപ്പിഡ്സ്. സംശയമില്ല, അത് ലിഗേസ് ആണ് അല്ലേ. ലിഗേസസ് എന്ന് പറഞ്ഞൊരു എൻസൈമാണ്. അത് 2 സ്ട്രാൻഡ്സ് ഓഫ് DNA ജോയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കാറുണ്ട്. ലയേസ് എന്ന് പറയുന്നത് മോളിക്യൂൾസിന്റെ ബ്രേക്ക് ഡൗൺ സഹായിക്കുന്നതാണ്. ഹെലിക്കേസ് എന്ന് പറയുന്നത് DNA ബൈൻഡ് ചെയ്തിട്ടുള്ള DNA അൺവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അൺവൈൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ഹെലിക്കേസ്. ലിപ്പേസ് എന്ന് പറയുന്നത് ലിപ്പിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള ഒരു എൻസൈമാണ്. 25. The 3 steps involved in PCR. PCR ഇൻവോൾവ് ചെയ്തിട്ടുള്ള 3 സ്റ്റെപ്പുകൾ ആരൊക്കെയാണ്? അനീലിംഗ്, എക്സ്റ്റൻഷൻ, ഡീനാച്ചുറേഷൻ. എക്സ്റ്റൻഷൻ, ഡീനാച്ചുറേഷൻ, അനീലിംഗ്. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഡീനാച്ചുറേഷൻ, എക്സ്റ്റൻഷൻ, അനീലിംഗ്. DAE, ഡേ എന്ന് ആലോചിക്കുക. ഓക്കെ, ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഇതാണ് PCRന്റെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള 3 സ്റ്റെപ്പുകൾ. ഡീനാച്ചുറേഷനിൽ DNA ഡീനാച്ചുർ ചെയ്യുന്നു. ഇത് പ്രൈമേഴ്സ് എന്ന് പറയുന്നത് അനീലിംഗിന്റെ സമയത്ത് ആഡ് ചെയ്യുന്നു. എക്സ്റ്റൻഷനിൽ ഈ പ്രൈമേഴ്സ് എന്ത് ചെയ്യും? പ്രൈമേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പുതിയ DNA സ്ട്രാൻഡ്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ടാഗ് പോളിമറൈസ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം. ടാഗ് പോളിമറൈസ് എവിടെ നിന്നാണ് എടുക്കുന്നത്? എസ് ടൈഫൈ, ഇ കൊലൈ, തെർമസ് അക്വാറ്റിക്കസ്, തെർമോഫിലസ്. തെർമസ് അക്വാറ്റിക്കസ് എന്നാണ് ഈ പറയുന്നത്. അതാണ് അതുകൊണ്ടായിരിക്കും ടാഗ് അല്ലേ. തെർമസും അക്വാഫിലസ് അല്ലേ, അക്വാറ്റിക്കസും. ഇതാണ് ടാഗ് പോളിമറൈസ്. അപ്പോൾ ടാഗ് പോളിമറൈസ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് DNA പോളിമറൈസ് ആണ്. അത് തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്നാണ് നമുക്കത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു തെർമോഫിലിക് ബാക്ടീരിയ ആണ്. ഓക്കെ, തെർമോഫിലി പറയുമ്പോൾ ടെമ്പറേച്ചർ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ബാക്ടീരിയ നമുക്ക് പറയാം. ആൻഡ് അതിന് പോളിമറൈസ് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഹൈ ടെമ്പറേച്ചറിൽ അതിന് ആക്റ്റീവായിട്ട് ഇരിക്കാനുള്ളൊരു കഴിവുണ്ട്. ഗ്രേറ്റർ ദാൻ 80°C ആണെങ്കിൽ പോലും അത് അവിടെ സർവൈവ് ചെയ്ത് നിൽക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അതേ ബന്ധപ്പെട്ടിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.